എവിടെയാണ് ഇൻ കേസ് ഇടുക, എവിടെയാണ് ഇൻ കേസ് ഓഫ് ഇടുക. ഇത് രണ്ടും മനസ്സിനകത്ത് നമുക്ക് ഒരു പക്ഷേ എന്നാണ് വന്നത് അല്ലേ. പക്ഷേ വ്യത്യാസം എന്താണ്? ഇൻ കേസ് കഴിഞ്ഞിട്ട് കഥാപാത്രം. മഴയാണെങ്കിൽ ഇറ്റ് കൊടുക്കണം കേട്ടാ. കൊട എടുത്തോ, ഒരു പക്ഷേ മഴ പെയ്താലോ പെയ്തില്ല, അപ്പൊ ടേക്ക് യുവർ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. അതുപോലെ നീ അവന്റെ നമ്പർ സേവ് ചെയ്യും, ചിലപ്പോൾ മറന്നുപോയാലോ, സേവ് ഹിസ് നമ്പർ ഇൻ കേസ് യു ഫൊർഗെറ്റ്, ഇൻ കേസ് യു. കണ്ട കഥാപാത്രത്തെ ഇട്ട്. ഇൻ കേസ് ഓഫ് ഇടുമ്പം ആ സാഹചര്യം ഇടണം, കഥാപാത്രം അല്ല ഇടേണ്ടത്. ഇൻ കേസ് ഓഫ് എമർജൻസി കണ്ട, ഇൻ കേസ് ഓഫ് എമർജൻസി പ്ലീസ് കോൾ ദ പോലീസ്. ഇൻ കേസ് ഓഫ് ഫയർ പ്ലീസ് യൂസ് ദിസ് വേ. കണ്ടോ, അങ്ങനെ ആ ഇവന്റ് ആണ് ഇടുന്നതെങ്കിൽ ഇൻ കേസ് ഓഫ് ആ സംഭവം. അതല്ല ഇൻ കേസ് യു, ഇൻ കേസ് ഹി, ഇൻ കേസ് ഇറ്റ്. സബ്ജക്റ്റ് വരുമ്പോ ഇൻ കേസ്. രണ്ടിന്റെ അർത്ഥം ഒരു പക്ഷേ തന്നെ. ഒരു പക്ഷേ വന്നാലോ, ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായാൽ. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാമർ. വെൽക്കം ടു ഷെനൈൻസ് അക്കാഡമി. അടിപൊളിയായിട്ട് പഠിക്കാം പോരെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ കുഞ്ഞു കുഞ്ഞു ഗ്രാമർ മാത്രം ഇട്ടാ പോരാ കേട്ടോ. അതിന് നമുക്ക് കോൺഫിഡൻസ് കൂടാൻ നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ഒത്തിരി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. സോ യു വെൽക്കം. 175 മുതൽ 500 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കും. യു വെൽക്കം. താങ്ക് യു സോ മച്ച്.